പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ പാപത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി തീരുവാൻ വേണ്ടി യേശു കാൽവറിയിൽ മരിച്ചതിൻ്റെ ഓർമ്മയാണ് ലോകം ദുഃഖവെള്ളിയായി അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ ആയി ആഘോഷിക്കുന്നത്. എന്നാൽ അതിൻ്റെ വില എന്താണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ലോകത്തെ സ്നേഹിച്ചിട്ട് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകി തന്നു. അതെ, ലോകം മുഴുവൻ ഗുഡ് ഫ്രൈഡേ ആഘോഷിക്കുന്ന ഈ ദിവസം നാം ചിന്തിക്കുക, ഒന്ന്, നാം പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞവരായിരുന്നു. യാതൊരു വിധത്തിലും ദൈവിക നിയമങ്ങളോട് പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയാത്തവരായിരുന്ന നമ്മെ ഒരു പാപവും ചെയ്യാത്ത യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതെ, മരണദിനത്തെ സ്മരിക്കുന്ന ദിവസമാണ് ഗുഡ് ഫ്രൈഡേ ആയി അല്ലെങ്കിൽ ദുഃഖവെള്ളിയായി ലോകം ആഘോഷിക്കുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, നാം ഒരു നാൾ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ദൈവത്തിങ്കൽ നിന്ന് അകന്നുപോയവരായിരുന്നു. എന്നാൽ ദൈവത്തിന് നമ്മോട് ദയ തോന്നി. ഒരു പാട്ടുകാരൻ പാടുന്നത് പോലെ, ഞാൻ എൻ്റെ കർത്താവിൻ സ്വന്തം സ്വരക്തത്താൽ താൻ എന്നെ വാങ്ങിയതാൽ ദയ തോന്നി എന്നെ തൻ മകനാക്കി തീർക്കുവാൻ ദൈവം കാണിച്ച സ്നേഹം എത്ര വലുതാണ്. അതെ, ദൈവസ്നേഹത്തിൻ്റെ ഓർമ്മയാണ് ദുഃഖവെള്ളി എന്ന് പറയുന്നതിൽ തെറ്റില്ല. ദൈവം നമ്മെ ഓർത്തു. നാം ആരെന്നുള്ള നിലയേക്കാൾ കൂടുതലായി നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി ക്രിസ്തു നമുക്കായി പരമയാഗമായി. ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. അതെ, തകർക്കപ്പെടുവാൻ ക്രിസ്തുവിന് മനസ്സ് തോന്നി. ദൈവം തൻ്റെ മകനാകുന്ന ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഇന്നെന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, നാം ജീവിക്കുമ്പോൾ അസമാധാനം നിറഞ്ഞ, പാപം നിറഞ്ഞ, ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ അനേക ജീവിത സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകാറുണ്ട്. എന്നാൽ മറക്കരുത്, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വേണ്ടി പാപമില്ലാത്ത യേശു നമുക്കായി ക്രൂശിൽ മരിച്ചു. നഷ്ടപ്പെട്ട നമ്മെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം തനിക്ക് ദയ തോന്നി. നാം ഇന്ന് അന്യരല്ല, മക്കളും അവകാശികളും ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളുമാണ്. ആയതിനാൽ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവഹിതത്തിനായി ഏൽപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി നമ്മുടെ പാപങ്ങൾക്ക് മാത്രമല്ല, രോഗങ്ങൾക്കും കഷ്ടങ്ങൾക്കും പീഡകളിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന യേശുവിൽ വിശ്വസിച്ച് നമ്മുടെ സാഹചര്യങ്ങളെ മുൻപോട്ട് നയിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.